എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ഒരു സ്റ്റാൻഡേർഡ് തുടങ്ങുകയാണ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒന്നാമത്തെ ചാപ്റ്റർ യൂറോപ്പ് പരിവർത്തന പാതയിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 7ാം ക്ലാസ് സോഷ്യൽ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് LDC LGS പരീക്ഷകൾക്കൊക്കെ വിവിധ പാഠഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ക്ലാസ് ആണ് 7ാം ക്ലാസ്സിൽ. അത് പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നൽകി തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ചോദ്യം 1. AD 6ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ചരിത്ര സ്മാരകമായ ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്ന രാജ്യം തുർക്കിയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. AD 6ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ചരിത്ര സ്മാരകമായ ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്ന രാജ്യം തുർക്കി. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്താംബൂൾ എന്നാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്താംബൂൾ എന്നാണ്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഒന്ന് കേട്ടിരുന്നാൽ മതി. കോൺസ്റ്റാന്റിനോപ്പിൾ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന കവാടമായിരുന്നു ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പ്രദേശം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം 1453. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കിഴക്കൻ റോമ സാമ്രാജ്യം തകരാൻ കാരണം 1457 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ്. കിഴക്കൻ റോമ സാമ്രാജ്യം തകരാൻ എന്തായിരുന്നു കാരണമെന്ന് ചോദിച്ചാല് അത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ്. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമാണ് ഇറ്റലി. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യം ഇറ്റലി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിനെ തുടർന്ന് പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഇറ്റലിയിലേക്ക് പലായനം ചെയ്തു. ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് വായിച്ചു പോവാം. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കലാ, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികളൊക്കെ തൽപരരായിരുന്നു എന്നിവയാണ് ഇതിനുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതൊന്ന് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് ഇറ്റലി. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഇറ്റലി. കൃത്യമായിട്ട് മനസ്സിലാക്കുക. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഇറ്റലിയാണ്. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിനും ഗ്രീക്കുമായിരുന്നു. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിനും ഗ്രീക്ക് ഭാഷകളുമായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ യൂറോപ്പിൽ ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകൾക്ക് പകരം കൃതികൾ രചിക്കപ്പെട്ട പ്രാദേശിക ഭാഷകളായിരുന്നു ഇംഗ്ലീഷ്, സ്പാനിഷ് എന്നിവ. ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ യൂറോപ്പില് ആദ്യം ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളായിരുന്നു പണ്ഡിത ഭാഷകൾ എന്ന് പറഞ്ഞു. അവയ്ക്ക് പകരമായിട്ട് കൃതികൾ രചിക്കപ്പെട്ട പ്രാദേശിക ഭാഷകളായിരുന്നു ഇംഗ്ലീഷും സ്പാനിഷും. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് അറിയപ്പെടുന്നത് മാനവികത. മറ്റൊരാളുടെ സങ്കടം കണ്ടിട്ട് നമുക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, ഒരു ഉയർന്ന മാനവികതാ തലത്തിൽ ചിന്തിക്കുന്ന ആളാണ് എന്നൊക്കെ നമ്മൾ പറയും. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് മാനവികത എന്നറിയപ്പെടുന്നത്. ഈ നവോത്ഥാനത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് മാനവികത.
നവോത്ഥാനത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് മാനവികത. മനുഷ്യ ജീവിതത്തിന്റെ നാനാമേഖലയിലുമുണ്ടായ പുത്തനുണർവ് അറിയപ്പെടുന്നത് നവോത്ഥാനം എന്നാണ്. നമ്മൾ ഈ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്നുണ്ടായുള്ള മാറ്റം, പുത്തൻ ഉണർവ് എന്ന് തുടങ്ങി വിവിധ പദങ്ങൾ കൊണ്ട് അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ഉണ്ടായിട്ടുള്ള പുത്തൻ ഉണർവാണ് നവോത്ഥാനം എന്നുകൊണ്ട് നമ്മൾ അറിയപ്പെടുന്നത്. നവോത്ഥാനം സ്വാധീനം ചെലുത്തിയിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, കലയിൽ നവോത്ഥാനം സ്വാധീനം ചെലുത്തി, സാഹിത്യത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ശാസ്ത്രത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അതേപോലെ മതങ്ങളിലും നവോത്ഥാനം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ PSC 1 മാർക്ക് ചോദ്യമാണ് കാണാൻ പോകുന്നത്. നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ പെട്രാർക്കാണ്. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക്. സീക്രട്ടം എന്ന പുസ്തകം രചിച്ചത് പെട്രാർക്കാണ്. സീക്രട്ടം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് പെട്രാർക്കാണ്. നവോത്ഥാനത്തിന്റെ പിതാവായിരുന്നു പെട്രാർക്ക്. ഇതിൽ പെട്രാർക്ക് ഇങ്ങനെ എഴുതിയതാണ് ശരി, ഇതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ നവോത്ഥാനത്തിന്റെ പിതാവായ പെട്രാർക്ക് എഴുതിയ പുസ്തകമാണ് സീക്രട്ടം. ഡിവൈൻ കോമഡി എന്ന പുസ്തകം രചിച്ചത് ഡാന്റെ ആണ്. PSC 1 മാർക്ക് ചോദ്യം. ഡിവൈൻ കോമഡി എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ളത് ഡാന്റെ. തക്ക മറോൺ കഥകൾ എന്ന പുസ്തകം രചിച്ചത്, ഇത് തക്കയല്ല ദക്കാമറോൺ ആണ്. ദക്കാമറോൺ കഥകൾ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ബൊക്കാച്ചിയോ ആണ്. ദക്കാമറൻ കഥകൾ എന്ന പുസ്തകം രചിച്ചത് ബൊക്കാച്ചിയോ. ഡോൺ ക്വിക്സോട്ട് എന്ന പുസ്തകം രചിച്ചത് സെർവാന്തെ ആണ്. ഡോൺ ക്വിക്സോട്ട് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് സെർവാന്തെ. ഇൻ പ്രൈസ് ഓഫ് ഹോളി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ഇറാസ്മസ് ആണ്. ഇൻ പ്രൈസ് ഓഫ് ഹോളി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഇറാസ്മസ് ആണ്. മാറിപ്പോരുത്, അവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. ഇൻ പ്രൈസ് ഓഫ് ഹോളി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ഇറാസ്മസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇൻ പ്രൈസ് ഓഫ് ഫോളി കേട്ടോ. ഇൻ പ്രൈസ് ഓഫ് ഫോളി, ഈ ഫോളി അല്ല, ഹോളി അല്ല, ഫോളി തന്നെയാണ്. ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ഇറാസ്മസ് ആണ്. നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയം ചിത്രകലയായിരുന്നു. നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കല ഏതാണെന്ന് ചോദിച്ചാൽ അത് ചിത്രകലയായിരുന്നു. നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള ചിത്രകാരനായിരുന്നു ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത്. നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള ചിത്രകാരനാണ് ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ലിയാനാർഡോ ഡാവിഞ്ചിയുടെ പ്രശസ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന 2 ചിത്രങ്ങളാണ് മൊണാലിസയും അവസാനത്തെ അത്താഴം അഥവാ ലാസ്റ്റ് സപ്പർ എന്നിവ. ഡാവിഞ്ചിയുടെ പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങൾ. അപ്പൊ ഇതൊക്കെ അങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മൊണാലിസ രചിച്ചതാര്, അവസാനത്തെ അത്താഴം രചിച്ചതാര്, അപ്പൊ മാറിപ്പോകരുത്, അത് ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചി മൊണാലിസ വരച്ച കാലഘട്ടം AD 1503 1505 ഇടയിലാണ്. ഡാവിഞ്ചി മൊണാലിസ വരച്ച കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ AD 1503 1505 ഇടയിൽ. മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാരീസ് മ്യൂസിയം ആണ്. മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പാരീസ് മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊണാലിസ എന്നുള്ള ചിത്രം നേരിട്ട് കാണാൻ കഴിയും. ഞാൻ കല്യാണമൊക്കെ കഴിച്ച് ഹസ്ബൻഡിന്റെ കൂടെയോ അതല്ലെങ്കിൽ വൈഫിന്റെ കൂടെയോ പാരീസ് മ്യൂസിയത്തിൽ മൊണാലിസ ചിത്രം കാണാൻ പോകുമെന്നൊക്കെ അവിടെ ഓർത്തിരുന്നാൽ മതി. അന്ത്യവിധി ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈക്കിൾ ആഞ്ചലോവിന്റെ കൃതിയാണ്. അന്ത്യവിധി ആരുടെ കൃതിയല്ല, ചിത്രം ആരുടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈക്കിൾ ആഞ്ചലോ ആണ് ഉത്തരം. അന്ത്യവിധി ആരുടെ ചിത്രമാണ്? മൈക്കിൾ ആഞ്ചലോ. ഏതൻസിലെ വിദ്യാലയം ആരുടെ ചിത്രമാണ്? റാഫേൽ. ഏതൻസിലെ വിദ്യാലയം. ഇതൊക്കെ PSCക്ക് 1 മാർക്കിന് സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഫാക്റ്റുകളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കുക എന്നുള്ളത് മറക്കാതിരിക്കുക. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലിലെ വാസ്തുവിദ്യ ആരുടെ സൃഷ്ടിയാണ് എന്ന് ചോദിച്ചാൽ ലോറൻസോ ഗിബർട്ടിയുടെ സൃഷ്ടിയാണ്. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലിലെ വാസ്തുവിദ്യ ആരുടെ സൃഷ്ടിയാണ്? ലോറൻസോ ഗിബർട്ടി. ഗട്ടാമെലീഞ്ഞ ശില്പം ആരുടേതാണ്? ഡൊണ ലെറ്റോയുടേതാണ്
ഗട്ടാമെലീത്ത ശില്പം എന്ന് പറയുന്നത്. അപ്പൊ ഗട്ടാമെലീത്ത ശില്പം ആരുടേതാണ് എന്ന് ചോദിച്ചാല് ഡൊണാറ്റെല്ലോയുടെ ഒരു ശില്പമാണ് ഗട്ടാമെലീത്ത എന്ന് പറയുന്നത്. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് പ്രതിപാദിക്കുന്ന സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് PSC ഒരു മാർക്ക് ക്വസ്റ്റ്യൻ കോപ്പർനിക്കസ്. സൗരയൂഥ സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്നാണ് നമ്മുടെ സൗരയൂഥ സിദ്ധാന്തം പറയുന്നത്. ഈ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചാൽ പോളണ്ട് രാജ്യക്കാരനാണ്. ടെലസ്കോപ്പ് വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണ്. അദ്ദേഹം ഇറ്റലിക്കാരനാണ്. ടെലസ്കോപ്പ് വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി, അദ്ദേഹം ഇറ്റലിക്കാരനാണ്. ടെലസ്കോപ്പ് ഉപയോഗിച്ച് സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. അപ്പൊ കോപ്പർനിക്കസ് പറഞ്ഞു സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ശരിയാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? നമ്മുടെ ഗലീലിയോ ഗലീലി എന്നുള്ളത് ഓർത്തിരിക്കുക. 1439 അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജോഹാൻസ് ഗുട്ടൻബർഗ് ജർമ്മനിയിലാണ്. 1439 അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോഹാൻസ് ഗുട്ടൻബർഗ് ആണ്. അദ്ദേഹം ജർമ്മനിക്കാരനായിരുന്നു. മരം കൊണ്ട് ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം ഈ യന്ത്രം നിർമ്മിച്ചത്. 1439 അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജോഹാൻസ് ഗുട്ടൻബർഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം അറിയപ്പെടുന്നത് മതനവീകരണം എന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണം അറിയപ്പെടുന്നത് മതനവീകരണം. ഈ ഒരു മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനിയാണ്. മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനി. ജർമ്മനിയിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതർ ആണ്. ജർമ്മനിയിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ മാർട്ടിൻ ലൂതർ. ജർമ്മനിയിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതർ. യന്ത്രങ്ങളുടെ ഉപയോഗത്തോടെ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് വ്യവസായ വിപ്ലവം എന്നാണ്. യന്ത്രങ്ങളുടെ ഉപയോഗത്തോടെ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് വ്യവസായ വിപ്ലവം. വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്. PSC ഒരു മാർക്ക് ചോദ്യം. വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയത് ജോൺ കെയ്. PSC അടുത്ത ഒരു മാർക്ക് ചോദ്യം. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയത് ജോൺ കെയ് ആണ്. സ്പിന്നിംഗ് ജെന്നി കണ്ടെത്തിയത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ഈ 4 നിങ്ങൾ കൃത്യമായിട്ട് മറക്കാതെ പഠിച്ചു വെക്കണം. SCERT പട്ടികയായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതില് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയത് ജോൺ കെയ് ആണ്. സ്പിന്നിംഗ് ജെന്നി കണ്ടെത്തിയത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആവിയന്ത്രം കണ്ടെത്തിയത് ജെയിംസ് വാട്ട് ആണ്. ലോക്കോമോട്ടീവ് കണ്ടെത്തിയത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഒന്നുകൂടെ പറയാം, കൃത്യമായിട്ട് അത് ഓർത്തിരിക്കുക. കൃത്യമായിട്ട് പഠിച്ചുമ്പോൾ ഒരു മാർക്ക് കിട്ടാൻ നല്ല സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത് ജോൺ കെയ്. സ്പിന്നിംഗ് ജെന്നി കണ്ടെത്തിയത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആവിയന്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ജെയിംസ് വാട്ട് ആണ്. ലോക്കോമോട്ടീവ് കണ്ടെത്തിയിട്ടുള്ളത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് തിരക്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ്. നാളത്തെ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള എററുകളൊന്നും വരാതെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.